ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് എൻ്റെ അമ്മയ്ക്ക് തയ്ക്കാനുള്ളതാണ്. ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, കോഴിക്കോട് പോയപ്പോൾ അമ്മ തന്നു വിട്ടതാണ്. അപ്പം ഇനി അടുത്ത് തന്നെ ഒന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോഴത്തേക്ക് അമ്മേൻ്റെ ബ്ലൗസ് ഒന്ന് അടിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യട്ടെ. രണ്ട് സാധനം കൂടി എടുത്തിട്ട് വരാം, ഇപ്പോൾ വരാം. ഇതാണ് കേട്ടോ എടുക്കാൻ മറന്നത്, എടുത്തിട്ട് വന്നു. ഇതിൻ്റെ അമ്മേൻ്റെ അളവ് ബ്ലൗസാണ്. അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ചെയ്യട്ടെ. ഞാനിങ്ങനെ സിമ്പിളായിട്ടൊക്കെ ഉള്ള ഇതാണ് കേട്ടോ എടുക്കൽ. കാരണം എനിക്ക് ഈ കണക്ക് കാര്യങ്ങൾ അത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനങ്ങനെ എന്താ പറയുക, എനിക്കിങ്ങനെ മനസ്സിലാവില്ല ടീച്ചർ. എനിക്ക് ഇതേമാതിരി പറഞ്ഞു തന്നാൽ മതി, സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അതേപോലെ ഞാനും കുറേ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ തയ്യൽ കുറേ കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പം അവർക്ക് ഞാൻ പഠിച്ച അതേ മെത്തേഡ് പറഞ്ഞു കൊടുത്തിട്ട് അവർ നല്ലോണം അടിപൊളിയായിട്ട് ഡ്രസ്സ് തയ്ക്കേണ്ടിയിരുന്നു. ഞാൻ എന്നെ പോറ്റി പറയല്ല കേട്ടോ, എന്നാലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അവർക്ക് മനസ്സിലായിട്ട് നല്ലൊരു ഇത് പഠിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നവരൊക്കെ. അപ്പം എന്താ പറയുക, ഞാൻ എൻ്റെ അമ്മേൻ്റെ ബ്ലൗസിന് അടയാളം വയ്ക്കുകയാണ്. പൈപ്പിലത്തെ വെള്ളം ഉണ്ടല്ലോ, ടും 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 എന്ന് പറഞ്ഞിട്ട് വീണുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പാടില്ലല്ലോ. അതായത് പൈപ്പ് ലീക്കാവാൻ പാടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ലീക്കാവാൻ പാടില്ല അത്ര. കാരണം പൈപ്പ് നമ്മൾ അടച്ചു കഴിഞ്ഞാലും പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരുന്നാൽ നമ്മളെ കയ്യിലുള്ള പണമൊക്കെ പോയി പോകുമ്പോഴോ, എനിക്കറിയില്ല. ഇതിങ്ങനെ ഫോണിലെ ഒരു ഇതിൻ്റെ ആൾക്കാർ പറഞ്ഞിരുന്നതാണേ, അത് ഞാൻ വിശ്വസിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞാനത് ശ്രദ്ധിച്ചിട്ട് എല്ലാ കൈകാര്യം ചെയ്യും. നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടാതെ നോക്കണതാണല്ലോ നമ്മളെ സാമർഥ്യം. അതാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോ? എല്ലാവരും ചായപ്പണിയൊക്കെ കഴിഞ്ഞ് ചോറിൻ്റെ പണിയിലേക്ക് കടന്നിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ സാവധാനം നോക്കിയാൽ മതി, എൻ്റെ കാര്യങ്ങളല്ലേ നോക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടോ അടിച്ച് വെച്ചിട്ടോ ചെയ്താലും മതി. അത്രയും ടൈം എനിക്കുണ്ട്. കാരണം ബാക്ടീരിയ എന്ന് പറഞ്ഞ പോലെയല്ല, കാരണം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ എനിക്ക് സാവധാനം ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ അടിക്കാമല്ലോ.
വെള്ളിയാഴ്ച ഞാൻ പോവും കോഴിക്കോടേക്ക്. വെള്ളിക്കിഴമേ ഗ്യാസ് മണക്കുന്ന പോലെ. അങ്ങനെ ബാക്ക് ഭാഗവും കട്ടിങ്ങിൻ്റെ ഈ കഷ്ണം കട്ട് ചെയ്ത് വെച്ച് ഇനി ഫ്രണ്ട് ഭാഗം. ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ കണ്ണിലായി എണ്ണയൊഴിച്ചുകൊണ്ടെന്നും കാത്തിരിപ്പൂ ഗ്യാസ് മണക്കുന്ന പോലെ നല്ല ഗ്യാസ് മണക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഓഫാക്കി കളട്ടെ. സമാധാനം ഉണ്ടാവില്ല പണിയെടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാനത് ഓഫാക്കി. ഓഫ് പണിയിട്ടേ. അമ്മ ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ പറയണല്ലോ, അമ്മയ്ക്ക് എവിടെ നിന്ന് അടിച്ചിട്ടും ശരിയാവുന്നില്ല, അതുകൊണ്ട് ഒരു ബ്ലൗസ് ഉണ്ട് അടിക്കാൻ, ഈ കൊണ്ടുപോയിട്ട് ഈ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്നു. അപ്പോൾ പിന്നെ അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ അടിച്ചു കൊടുക്കുന്നത് നല്ല കറക്റ്റായിട്ടുണ്ട് എന്നുള്ളതിനെ കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ സന്തോഷപ്പെട്ടു. അതാണ്.
ബ്രഹ്മമുരാരിസുരാർച്ചിതലിംഗം നിർമ്മലഭാഷിതശോഭിതലിംഗം ജന്മജദുഃഖവിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം ദേവമുനിപ്രവരാർച്ചിതലിംഗം കാമദഹനകരുണാകരലിംഗം രാവണദർപ്പവിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം സർവസുഗന്ധസുലേപിതലിംഗം ബുദ്ധിവിവർധനകാരണലിംഗം സിദ്ധസുരാസുരവന്ദിതലിംഗം തത്പ്രണമാമി സദാശിവലിംഗം കനകമഹാമണിഭൂഷിതലിംഗം പരിപതിവേഷ്ടിതശോഭിതലിംഗം ദക്ഷസുയജ്ഞവിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം കുങ്കുമചന്ദനലേപിതലിംഗം പങ്കജഹാരശുശോഭിതലിംഗം സഞ്ചിതപാപവിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം ദേവഗണാർച്ചിതസേവിതലിംഗം ഭാവൈർഭക്തിഭിരേവ ജലിംഗം ദിനകരകോടിപ്രഭാകരലിംഗം തത്പ്രണമാമി സദാശിവലിംഗം അഷ്ടദളോപരിവേഷ്ടിതലിംഗം സർവസമുദ്ഭവകാരണലിംഗം അഷ്ടദരിദ്രവിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം സുരഗുരുസുരവരപൂജിതലിംഗം സുരവനപുഷ്പസദാർച്ചിതലിംഗം പരമപരമാത്മകലിംഗം തത്പ്രണമാമി സദാശിവലിംഗം ലിംഗാഷ്ടകം ഫലശ്രുതി ലിംഗാഷ്ടകം ഇതം പുണ്യം എപ്പടെ ശിവസന്നിധവും ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും എടുത്തിട്ടുണ്ടെങ്കിൽ ലോങ് ആയി പോയിട്ട് അതിൽ എനിക്ക് എഡിറ്റൊന്നും ചെയ്യാൻ അറിയാത്തതാണ്. അത് അവിടെ കട്ടായിട്ട് പിന്നെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് ബൈ. നാളെ നല്ല അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.